ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ MDയുടെ രണ്ടാമൂഴം, MD സാറിൻ്റെ രണ്ടാമൂഴം എന്ന് പറയുന്ന ആവിഷ്കാരത്തിൻ്റെ ഒരു സിനിമാ ചിത്രീകരണം MD സാറ് മനസ്സിൽ കുറേ നാൾ കൊണ്ട് നടന്നതാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു രണ്ടാമൂഴം, ഭീമനെ നായകനാക്കിയുള്ള രണ്ടാമൂഴം എന്ന് പറയുന്ന ചിത്രം. അപ്പം പുള്ളി അതിൽ മനസ്സിൽ കണ്ടത് മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ആദ്യമൊക്കെ മോഹൻലാലിനെ ആയിരുന്നു. പിന്നെ അത് ഇപ്പം നമ്മൾ ഈ മരണത്തിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് അറിഞ്ഞു നമ്മൾ MDയും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്നു, MDയും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു. അതിനി മമ്മൂട്ടിയെ വെച്ചാണോ MD രണ്ടാമൂഴം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്, മോഹൻലാലിനെ കുറിച്ച് വച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ട വേണ്ട. അവർ വന്ന് കാല് പിടിച്ചാൽ പോലും എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞു വിടണം. കാരണം ലാലേട്ടന് അത് പറ്റൂല. ഇല്ലെങ്കിൽ താടിയൊക്കെ വച്ചുകൊണ്ടുള്ള ഒരു ഭീമനെ നമുക്ക് കാണേണ്ടി വരും. മലയാളത്തിൽ ഭീമനെ കോമഡിയാക്കുവാൻ കഴിവുള്ള ഒരേ ഒരു നടൻ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അത് മോഹൻലാൽ മാത്രമാണ്. അല്ലെങ്കിൽ ലാലേട്ടന് പറ്റുന്ന ക്യാരക്ടറെ ലാലേട്ടൻ ചെയ്യാവൂ. ഈ ഭീമനെ ഇതൊന്നും എടുത്ത് തലയെ വെക്കരുത്. ഇത് ഇനിയിപ്പോൾ മിക്കവാറും ചിലപ്പോൾ ശ്രീകുമാർ മേനോനായിരിക്കും അത് സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ അതിലും കോമഡി ആവുക സിനിമ. ഞാൻ പറയുന്നില്ല മമ്മൂട്ടി വെച്ച് ചെയ്യണമെന്ന്, വേണ്ട. വേറെ എത്രയോ ആൾക്കാരുണ്ട്, ആന്റണി പെപ്പയോ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ പേരുണ്ട്, അവരെയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അല്ലാതെ ഇതിനകത്ത് മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്തായാലും മോഹൻലാലിൻ്റെ ആവശ്യമില്ല. കാരണം മോഹൻലാൽ പലവട്ടം തെളിയിച്ചതാണ് ഒരു ചരിത്ര പുരുഷൻ്റെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റൂലെന്നുള്ള കാര്യം. പിന്നെ ലാലേട്ടന് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ക്വാളിറ്റി എന്താണ്? ഭീമൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരീരമൊക്കെ വെളിയിൽ വരണം. ഈ മുണ്ട കൊടുത്തു കഴിഞ്ഞാൽ ശരീരമൊക്കെ ഫ്രണ്ടിൽ നിൽക്കണം. മോഹൻലാലിൻ്റെയൊക്കെ ശരീരം ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഭീമൻ്റെ നമുക്ക് മലയാളികൾ ഭീമനെ വെറുത്തു പോകും. ആ രീതിയിലായി പോകും. പിന്നെ ഈ രണ്ടാമൂഴം എന്ന് പറഞ്ഞ സിനിമ MD സാർ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ വൻ ഹിറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ആ സിനിമ വൻ വിജയമാവണമെങ്കിൽ ഇതിനകത്തുള്ള ഭീമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. വേറെ ആര് മലയാള സിനിമയിൽ ചെയ്താലും ചിലപ്പോൾ നന്നായിരിക്കും. പക്ഷേ ലാലേട്ടന് ചരിത്ര പ്രാധാന്യമുള്ള വേഷം ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ലാലേട്ടൻ പല സിനിമകളിലെ ഈ മലക്കോട്ടെ, പിന്നെ മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, പിന്നെ ഏതൊക്കെ സിനിമ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അപരാധമായി മാറുകയെന്നുള്ളത്. ആളുകൾ തിയേറ്ററിൽ പോയി കൂവേണ്ട ഇടം ഉണ്ടാക്കരുത്. അതും രണ്ടാമൂഴം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ആളുകൾ തിയേറ്ററിൽ പോയി കൂവുന്ന ഇടം ഉണ്ടാകരുത് ലാലേട്ട. അത് ലാലേട്ടനായിട്ട് ചെയ്യരുത്. ഇത് മരക്കാറും മറ്റേതൊക്കെ ചെയ്തതുപോലെ അല്ല. ഇതൊരു ചരിത്രമാണ്. ഇതിനെ കോമഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടന് കേരളത്തിലെ ജനഹൃദയങ്ങളിലുള്ള സ്ഥാനം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമൂഴം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യൻ്റെ പൊന്നമ്മച്ചി നിങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അല്ലാതെ അത് ചെയ്ത് ഫലിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടൻ വീണ്ടും താഴ്ചയിൽ നിന്ന് താഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2025 നല്ല നല്ല ചിത്രങ്ങളാണ് ലാലേട്ടനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുടരൂ എന്ന് പറഞ്ഞ സിനിമ. തുടരൂ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഒരു 100 കോടിക്കുള്ള വകയുണ്ട്. കാരണം അതിൻ്റെ കഥയിലെ എലമെൻ്റൊക്കെ വേറെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും നാട്ടിൻപുറത്തുള്ള സിനിമ മാത്രമല്ല, അതൊരു ചെറിയ ത്രില്ലർ എലമെൻറ്റ്സ് ഉള്ള സിനിമയാണ്. അപ്പോൾ അതൊക്കെ വലിയ വിജയമാവേണ്ട സിനിമകളാണ്. അതൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഇത് വേണമെങ്കിൽ ഇപ്പോൾ രണ്ടാമൂഴമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 5-6 കൊല്ലം എടുക്കും. ബറോസി തന്നെ 1650 ദിവസം ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇറക്കിയത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ പോയിട്ട് 5 വർഷമെങ്കിലും ഇതിൻ്റെ ഷൂട്ടിങ്ങും പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ നടക്കും. അപ്പോൾ ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സിനിമയാണ്. നടക്കാൻ സാധ്യതയില്ലാത്തൊരു സിനിമയെന്ന് ഞാൻ പറയുന്നില്ല, ലാലേട്ടനെ വെച്ച് നടത്തിക്കാൻ സാധ്യതയില്ലാത്തൊരു സിനിമയാണ്. കാരണം ലാലേട്ടൻ ഇനി താടിയൊക്കെ വടിച്ചുകൊണ്ട് വന്നു നിന്നാൽ പോലും ഇത്രയും ഈ ഒരു ലുക്ക്, പഴയ ഒരു ലുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് പല ഇഷ്ടംപോലെയുള്ള ക്യാരക്ടറുകൾ കാണാം. ആ ക്യാരക്ടേഴ്സൊക്കെ ചിലപ്പോൾ ലാലേട്ടനെ മമ്മൂട്ടിക്ക് കൊടുത്തിട്ട് പ്രധാനപ്പെട്ട ക്യാരക്ടർ ഇത് ചെയ്യേണ്ടവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ശരീരം കൊണ്ടും ആകാരം കൊണ്ടും ഭീമനെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോൾ മലയാളത്തിൽ കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ വെളിയിൽ നിന്നെങ്കിലും കൊണ്ടുവരണം, വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്നെങ്കിലും ഭീമനെ കൊണ്ടുവരണം. അല്ലാതെ ഈ ഭീമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരിക്കലും ലാലേട്ടനെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. അത് ചരിത്രം തമാശയാക്കുന്ന രീതിയിലായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ലാലേട്ടൻ ഫാനായിരിക്കും. ഞാൻ ലാലേട്ടൻ ഫാൻ ആയിരുന്ന ഒരാളാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാനൊന്നുമല്ല. ലാലേട്ടൻ്റെ ചിത്രങ്ങളും ഇതും എല്ലാം എന്നെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ പ്രധാനമായും അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള വേഷങ്ങൾ. ഈ ഭീമനൊക്കെ പൊതിഞ്ഞ് കെട്ടിയേ വന്ന് നിൽക്കാൻ പറ്റൂ. അല്ലാതെ ബോഡിയൊന്നും കാണിച്ച് ഭീമനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു ഭീമനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ശരി, ലാലേട്ടൻ ചെയ്യട്ടെ. അല്ലാതെ നല്ലൊരു ഭീമനെയാണ് നമുക്ക്, അല്ലെങ്കിൽ
രണ്ടാം ഊഴം ഭീമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമയിൽ നല്ലൊരു വിജയമാകണമെങ്കിൽ അത് മോഹൻലാൽ അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ട്, ചിലപ്പോൾ മാർക്കറ്റ് വരുവാണെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് ഒരു ആരാധകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ലാലേട്ടന് അത് പറ്റൂല, അത് അടുത്തൊരു കോമഡി ആയിട്ട് മാറും. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ.